സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന് 1 വർഷത്തിനകം മോചനം. സൗദി ബാലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ ശിക്ഷാ കാലാവധി പൂർത്തിയായതിനാൽ മാസങ്ങൾക്ക് അകം റഹീമിന് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കേസിൽ 20 വർഷമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. എൻ്റെ കുട്ടിയെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എത്ര എന്തെല്ലാം പറഞ്ഞൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി മതി ജയിലിൽ കഴിയാൻ. ഇത്ര മാസം ഇങ്ങനെ ഞാൻ കഴിച്ചിലാക്കി എൻ്റെ ഇമാമ നിർത്തി തന്നെ എനിക്ക് മരിക്കുമ്പോൾ നിർത്തി തരട്ടെ പോയി എത്തി കാണട്ടെ. സന്തോഷിച്ച് ഞാൻ സന്തോഷിക്കേണ്ട കുട്ടി കാണട്ടെ. ഒന്ന് കുട്ടിക്ക് കുട്ടിയെ കാണട്ടെ. അന്നേരം ഞാൻ ഓരോ നിന്നായിരുന്നു ഇനി വയ്യ. ജലീൽ കണ്ണമംഗലം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദും വിശദാംശങ്ങൾ നൽകും. ജലീൽ, ഇതിപ്പോൾ ഈ പണം നൽകിയതിന് ശേഷവും ഏതാണ്ട് 12 തവണയോളം കോടതി അക്കാര്യത്തിലൊരു ഈ കേസ് പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. 13ാം തവണയായി ഇന്ന് ആ കേസ് പരിഗണിക്കുമ്പോഴാണ് ഇനി ഏതാണ്ട് ഒരു വർഷക്കാലം കൂടി തടവിൽ കഴിഞ്ഞാൽ മതി, അതിനുശേഷം പുറത്തിറങ്ങാം എന്നുള്ള ഒരു വ്യക്തത കോടതി വരുത്തുന്നത്. എന്താണ് കോടതിയിൽ സംഭവിച്ചത് ജലീൽ? സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 19 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസിൽ വളരെ നിർണായകമായ വിധിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 13ാമത്തെ തവണ ഈ മോചന ഹർജി പരിഗണിച്ചപ്പോഴാണ് ഈ നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നത്. അബ്ദുൾ റഹീമും അഭിഭാഷകനും എല്ലാം ഓൺലൈൻ വഴി ഇന്ന് ഹാജരായിരുന്നു. 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിലാണ് 20 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചത്. കഴിഞ്ഞ 19 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അബ്ദുൾ റഹീം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അബ്ദുൾ റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിക്കുന്നത്. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുൾ റഹീം റിയാദിലെ ജയിലിലാകുന്നത്. ഏതാണ്ട് 19 വർഷത്തോളമായി. ഇനി ഈ 20 വർഷം എന്നത് ഹിജ്റ കലണ്ടർ പ്രകാരമാണോ അതോ ഗ്രിഗോറിയൻ കലണ്ടറാണോ എന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. ഏതായാലും മാസങ്ങൾക്കുള്ളിൽ ഈ 20 വർഷം പൂർത്തിയായി അബ്ദുൾ റഹീം പുറത്തിറങ്ങും എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകളിൽ പൊതു അവകാശവും സ്വകാര്യ അവകാശവുമുണ്ട്. ഈ കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബത്തിന്, സൗദി ബാലന്റെ കുടുംബത്തിന് 1.5 കോടി റിയാൽ, അതായത് 34-35 കോടിയോളം ഇന്ത്യൻ രൂപ ദിയാധനം നൽകി. അതിന് ശേഷമാണ് വധശിക്ഷ, അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചിരുന്നു കോടതി. ആ വധശിക്ഷ ഈ ദിയാധനം നൽകിയതോടെ റദ്ദാക്കി. ഈ വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം, വിധിപ്പകർപ്പ് ഇതുവരെ കിട്ടിയില്ല, അത് കിട്ടിയ ശേഷം അഭിഭാഷകരുമായി സംസാരിച്ച് അപ്പീലിനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 19 വർഷത്തെ ജയിൽവാസത്തിന്റെ വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം, അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നിയമസഹായ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അബ്ദുൾ റഹീം ജയിലിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങും എന്നാണ് ഇന്ന് നിർണായകമായ വിധി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. റീജിത്ത്, ഇതിൽ ഇങ്ങനെ ഈ ദയാധനം നൽകിയതിനു ശേഷവും ഒരുപക്ഷെ കുടുംബം വളരെ പെട്ടെന്ന് തന്നെ ആ മോചനം ഉണ്ടാകും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു. മുമ്പൊക്കെ ഈ കേസുകൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അവരുടെ പ്രതികരണമായി കണ്ടത് വളരെ വേഗത്തിൽ തന്നെ ആ മോചനം ഉണ്ടാകും, ആ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു. ഇത്തരത്തിലുള്ള കേസുകളിൽ ഇങ്ങനെ ദയാധനം നൽകി ശിക്ഷ കുറയ്ക്കുന്ന ഇത്തരത്തിലുള്ള കേസുകളിൽ പൊതുവായി അവിടെയുള്ള കോടതികളിൽ നിന്ന് ഇങ്ങനെയുള്ള തീരുമാനമാണോ ഉണ്ടാവാറുള്ളത്? പിന്നീട് കുറച്ചു കാലം കൂടി ആ ശിക്ഷ അനുഭവിക്കുക, അതിനുശേഷം പുറത്തിറങ്ങുക, അങ്ങനെയാണോ ആ കേസുകളുടെ സ്വഭാവം? ജലീൽ കണ്ണമംഗലം. റിജിത്ത്, സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകൾ 2 കേസുകളാണ്. അതായത് പ്രൈവറ്റ് ഒഫൻസും പബ്ലിക് ഒഫൻസും. സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസും പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസും. ഇത് ഈ വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചത് കാരണം അത് സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസാണ്. അത് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഈ സൗദി ബാലന്റെ കുടുംബത്തിനാണ് ദിയാധനം, അതായത് മോചനദ്രവ്യം നൽകുന്നത്. ഈ 1.5 കോടി റിയാൽ ഇവരുടെ കുടുംബത്തിന്, സൗദി ബാലന്റെ കുടുംബത്തിന് നൽകിയതോടെ അവർ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുകയും വധശിക്ഷ റദ്ദാക്കുകയും സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസ് അതോടെ തീരുകയും ചെയ്തു. നേരത്തെ തന്നെ 2024 ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കി. അതോടുകൂടി സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസ് തീർന്നു. എന്നാൽ ഈ ഒരു കേസ് ഒരു സൗദി ബാലനെ വധിക്കുകയും ആ കേസ് മറയ്ക്കാൻ വേണ്ടി ചില നാടകങ്ങൾ കളിക്കുകയും ചെയ്തു എന്നുള്ള ചില പരാതികളുണ്ട്. ഇതൊക്കെ
പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസാണ്. സൗദി നിയമവുമായി ബന്ധപ്പെട്ട ചില കേസുകളാണ്. ഇത്തരം ഈ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. 20 വർഷത്തെ ജയിൽ ശിക്ഷ. അത് ഈ കഴിഞ്ഞ 19 വർഷം അനുഭവിച്ചതുകൊണ്ട് ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അബ്ദുറഹീമിന് മോചിതനാകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ശരി, സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന് 1 വർഷത്തിനകം മോചനം സാധ്യമാകും എന്നുള്ളതാണ് പ്രധാനം. സൗദി ബാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാ കാലാവധി പൂർത്തിയായതിനാൽ മാസങ്ങൾക്കകം തന്നെ റഹീമിന് പുറത്തിറങ്ങാൻ കഴിയും.